ഹായ് റാം. ഇന്നത്തെ നമ്മുടെ ചോദ്യം, ഒരു സംഖ്യയെ 3/4 പകരം 4/3 കൊണ്ട് ഗുണിച്ചപ്പോൾ മനസ്സിലാവുണ്ടോ? അതായത് 3/4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 4/3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഉത്തരം നമുക്ക് 180 ലഭിച്ചു. എന്നാൽ ശരിയായ സംഖ്യ ഏത്? ഇതാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു സംഖ്യയെ 3/4 പകരം 4/3 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ ഉത്തരം നമുക്ക് 180 കിട്ടി എങ്കിൽ ശരിയായ സംഖ്യ ഏത്? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ, സംഖ്യ നമ്മൾ എക്സ് ആണ് വിചാരിക്കുക. എക്സിന് നമ്മൾ 3/4 കൊണ്ട് ഗുണിച്ചു, അപ്പൊ നമുക്ക് 180 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 200. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 180 ഇൻറ്റു 4/3. അതായത് 180 60 തവണ പോവും. 6 4 24, 240. അത് 240 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഈ 240നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും 240 ആണ്. അപ്പൊ ഈ 240ന് നമ്മൾ എന്തുകൊണ്ട് 4/3 കൊണ്ട് ഗുണിക്കുന്നു? അത് 320 കിട്ടി. അതായത് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, അതായത് സംഖ്യ എന്ന് പറയുന്നത് 320 ആണ്. 320 ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലാവുമോ? അതായത് സംഖ്യ എന്ന് പറയുന്നത് 240. ആ 240 നമ്മൾ 3/4 പകരം 4/3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് 180 കിട്ടി. അപ്പൊ 4/3 ഗുണിക്കുമ്പോൾ അത് 320 കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സായിറാം.